പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം CBI കോടതിയുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധി പുറത്തു വരികയുണ്ടായി. അത് 2012 നടന്ന അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധിയായിരുന്നു. നമുക്കറിയാം, ആ വിധി കേസ് പല കാരണങ്ങൾ കൊണ്ടും വളരെയേറെ ചർച്ചാ വിഷയമായ ഒരു കേസായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനായിട്ടുള്ള അരിയിൽ ഷുക്കൂറിനെ അതിദയനീയമായിട്ടും നീചമായിട്ടും നിഷ്ഠൂരമായിട്ടും ഒരു താലിബാൻ മോഡലിൽ ഒരു പാടത്തിന് നടുക്ക് വെച്ച് നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ അതിഭീകരമായി കൊലപ്പെടുത്തിയ ഒരു കേസായിരുന്നു അത് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ 2012 നടന്ന TP ചന്ദ്രശേഖരൻ വധത്തേക്കാൾ പോലും നീചവും നിഷ്ഠൂരവുമായിരുന്നു ആ കൊലപാതകം. അതുകൊണ്ട് തന്നെ അത് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ അതോടൊപ്പം തന്നെ ആ കേസിനെ വിവാദമാക്കിയത് CPMന്റെ 2 നേതാക്കന്മാരുടെ പ്രതിപട്ടികയിലെ സാന്നിധ്യമായിരുന്നു. ആ കേസിലെ 32, 33 പ്രതികൾ എന്ന് പറയുന്നത്, ഒന്ന് കണ്ണൂർ ജില്ലയിലെ CPMന്റെ സമുന്നത നേതാവായിട്ടുള്ള P ജയരാജനും TV രാജേഷ് എന്ന് പറഞ്ഞ മുൻ MLAയും ആയിരുന്നു. അവരായിരുന്നു ആ 32, 33 പ്രതികൾ. നമുക്കറിയാം, ആ കേസ് പോലീസ് അന്വേഷിച്ചു. അന്ന് UDFന്റെ ഭരണകാലമായിരുന്നു. എന്നിട്ടും പോലീസ് അന്വേഷിച്ചിട്ടും ഈ ജയരാജനും TV രാജേഷിനുമെതിരെ ഗൂഢാലോചന കുറ്റം 120B എന്ന് പറയുന്ന കുറ്റം അന്ന് ചുമത്താൻ UDFന്റെ കാലത്തെ പോലീസ് പോലും അന്ന് തയ്യാറായില്ല. അത് CPMന്റെ വലിയ തോതിലുള്ള സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 33 പ്രതികളുണ്ടായിരുന്നു ആ കേസ്. അതിൽ 31 പ്രതികൾ വരെ ഉള്ളവർക്കെതിരെ എല്ലാം ഗൂഢാലോചനയും കൊലക്കുറ്റവും ഈ പറഞ്ഞ പോലെ 364ഉം 307ഉം 302 ഒക്കെ ചുമത്തിയിരുന്നു. ഈ P ജയരാജനെതിരെയും TV രാജേഷിനെതിരെയും ഈ 364ഉം 307ഉം 302 ഒക്കെ ചുമത്തിയിരുന്നു. പക്ഷേ 120B ചുമത്തിയിരുന്നില്ല. അങ്ങനെയാണ് പോലീസ് അന്വേഷണത്തിൽ അന്ന് സംഭവിച്ചത്. എന്നാൽ അതിനെതിരെ ഷുക്കൂറിൻ്റെ മാതാവായിട്ടുള്ള ആത്തിക്ക ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഈ ഗൂഢാലോചന കുറ്റം ചുമത്താതിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ കേസ് CBIക്ക് വിടുകയും ചെയ്തു. CBI ആ കേസ് അന്വേഷിച്ചിട്ട് 32, 33 പ്രതികൾ ആയിട്ടുള്ള P ജയരാജനും TV രാജേഷിനുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് തുടർന്ന് അത് വളപട്ടണം പോലീസ് ഈ 33 പ്രതികൾക്കെതിരെ കണ്ണൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവർ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ അതിനെതിരെ അതുകൂടി സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ 32, 33 പ്രതികൾ ആയിട്ടുള്ള P ജയരാജനും TV രാജേഷും ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു എറണാകുളം CBI കോടതിയിൽ. തങ്ങളെ ഈ കേസിൽ നിന്ന് വിടുതൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ ഡിസ്ചാർജ് പെറ്റീഷനിലാണ് വിശദമായ വാദം കേട്ട എറണാകുളം പ്രത്യേക CBI കോടതി ജഡ്ജി ശബരിനാഥൻ P, അദ്ദേഹമാണ് സ്പെഷ്യൽ ജഡ്ജ് ആ കോടതിയിൽ. അദ്ദേഹം 2024 സെപ്റ്റംബർ 19 വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിധിന്യായം എന്തായിരുന്നു ചോദിച്ചാൽ, ഈ വിടുതൽ ഹർജിയുമായി കോടതിയിൽ ചെന്ന P ജയരാജൻ്റെയും TV രാജേഷിൻ്റെയും ഹർജി തള്ളിക്കൊണ്ട് അവർക്ക് 2 പേർക്കുമെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും എന്ന് എറണാകുളം പ്രത്യേക CBI കോടതി വിധി പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ അവർ വിചാരണ നേരിടേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ്. ഇനി വിചാരണയിൽ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ അനുവാദം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് P ജയരാജനും TV രാജേഷും നൽകിയ ഈ വിടുതൽ ഹർജി എറണാകുളം പ്രത്യേക CBI കോടതി തള്ളിക്കളഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിൽ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ നടത്താൻ പോകുന്ന നിരീക്ഷണങ്ങൾ ഈ വിചാരണയിൽ P ജയരാജനും TV രാജേഷും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ്. ഇപ്പോൾ അവരുടെ വിടുതൽ ഹർജി, അവരുടെ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വിചാരണയാണ് നടക്കാൻ പോകുന്നത്. വിചാരണയിൽ അവർ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P ജയരാജനും TV രാജേഷും അഴി എണ്ണുമോ, അവർ ജയിലിൽ അടയ്ക്കപ്പെടുമോ, അവർ കുറ്റവാളികളാകുമോ, അവർ ശിക്ഷിക്കപ്പെടുമോ? ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്.
സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 2012 കേരള ഹൈക്കോടതി ആണ് ഈ കേസ് CBI അന്വേഷണത്തിന് വിട്ടത്. ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷുക്കൂറിൻ്റെ അമ്മ PC ആത്തിക്ക കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി 2012 ഫെബ്രുവരി 8 CBI അന്വേഷണത്തിന് വിട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ജസ്റ്റിസ് കമാൽ പാഷയാണ് ആ വിധി പുറപ്പെടുവിച്ചത്. ആ വിധിയിലെ ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രത്യേക CBI കോടതിയുടെ ഈ വിധിന്യായത്തിലേക്ക് ഞാൻ പോകാം. ആ കേസിൽ 26-ാം പേജിൽ 32-ാം ഖണ്ഡികയിൽ കമാൽ പാഷ പറയുന്നുണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ക്രൈ ഓഫ് ദ മദർ ഓഫ് ദ ഡിസീസ് ഷുഡ് നോട്ട് റിമെയിൻ അൺഹേർഡ്. എന്തൊക്കെ പറഞ്ഞാലും ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ രോദനം നമ്മൾ കേൾക്കാതെ പോകരുത്. ഇറ്റ് ഷുഡ് നോട്ട് ഡൈ ഡൗൺ ആസ് മിയർ വൈൽഡ് ക്രൈസ്. അത് നമ്മൾ ആരും കേൾക്കാതെ ആ രോദനം അങ്ങ് അവസാനിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം 33-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന 33-34 പാരഗ്രാഫിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇഫ് സെൽഫ് പ്രൊക്ലെയിംഡ് കിങ്സ് ഓഫ് എ ലൊക്കാലിറ്റി ആർ പെർമിറ്റഡ് ടു റൂൾ ഇൻ ദ മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ സ്വയം പ്രഖ്യാപിത പ്രാദേശിക രാജാക്കന്മാർ അവരെ ഭരിക്കാൻ വിട്ടാൽ, അവരെ റൂൾ ചെയ്യാൻ വിട്ടാൽ, ക്രിമിനൽ ജസ്റ്റിസ് വിൽ ബിക്കം എ കാഷ്വാലിറ്റി ഇൻ ദർ ഹാൻഡ്സ്. അവരുടെ കയ്യിൽ ക്രിമിനൽ നീതി മരിക്കും എന്നാണ് ജഡ്ജി പറഞ്ഞത്, കാഷ്വാലിറ്റി ആകും എന്നാണ് പറഞ്ഞത്. ഇഫ് സെൽഫ് പ്രൊക്ലെയിംഡ് കിങ്സ് ഓഫ് എ ലൊക്കാലിറ്റി ആർ പെർമിറ്റഡ് ടു റൂൾ ഇൻ ദ മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ക്രിമിനൽ ജസ്റ്റിസ് വിൽ ബിക്കം എ കാഷ്വാലിറ്റി ഇൻ ദർ ഹാൻഡ്സ്. എന്നിട്ട് കോടതി പറഞ്ഞു, ദ കോർട്സ് കനോട്ട് റിമെയിൻ ആസ് മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ടു സച്ച് ഇൻറ്റിമിഡേറ്ററി ടാക്ടിക്സ് ബീങ് പ്ലേഡ് ബൈ സച്ച് എലമെന്റ്സ് ടു പ്രൊട്ടക്ട് പേഴ്സൺസ് പാർട്ടേക്കിംഗ് ഇൻ ഹീനിയസ് ക്രൈംസ്. ഇതുപോലുള്ള അവസരങ്ങളിൽ അത്തരക്കാരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ കോടതിക്ക് മൗനം അവലംബിച്ചിരിക്കാൻ കഴിയില്ല. ഇതുപോലുള്ള കൊടും ക്രൂരതകളിൽ ആകുന്ന ഇത്തരക്കാരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ കോടതിക്ക് നിശബ്ദത പാലിച്ചിരിക്കാൻ കഴിയില്ല. ദ സെയിം ഹാസ് ടു ബി വ്യൂഡ് വെരി സീരിയസ്ലി. ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. When state machinery has expressed inability to have a proper investigation in the matter, the said aspects clearly pick the conscience of the court. It reflects patent unfairness in the investigation. അതായത് അന്വേഷണ സംവിധാനം തന്നെ അവർക്ക് നീതിപൂർവമായ അന്വേഷണം നടത്താൻ പാടില്ല എന്നുള്ള അവരുടെ കഴിവില്ലായ്മ പ്രഖ്യാപിക്കുമ്പോൾ കോടതിയുടെ മനസാക്ഷി ഉണരേണ്ടതാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് പേറ്റന്റ് അൺഫെയർനെസ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ. അതായത് അന്വേഷണത്തിലെ സുതാര്യത കുറവ് അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, when A28, 29, 30 and 31 could be arranged as accused with the aid of the offence under 120B of the IPC, court is at a loss to understand why the investigating officer could not collect evidence relating to the commission or otherwise of a similar offence by A32 and A33. അദ്ദേഹം പറയുന്നത് 28-ാമത്തെ പ്രതി, 29-ാമത്തെ പ്രതി, 30-ാമത്തെ പ്രതി, 31-ാമത്തെ പ്രതി അവർക്കെതിരെ എല്ലാം IPCയിലെ 120B എന്ന് പറഞ്ഞ ഗൂഢാലോചന കുറ്റം ചുമത്തുമ്പോൾ അതേ കുറ്റം ചെയ്ത A32-നും A33-നുമെതിരെ എന്തുകൊണ്ട് ഗൂഢാലോചന കുറ്റം ചുമത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2012 ഫെബ്രുവരി 8 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസ് CBI അന്വേഷണത്തിന് വിട്ടു. CBI അത് അന്വേഷിക്കുകയും 32-33 പ്രതികൾ, അതായത് P ജയരാജൻ, TV രാജേഷ് എന്നീ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കേസ് നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് സപ്ലിമെൻ്ററി റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനെ തുടർന്ന് കോടതിയിൽ പോലീസ് JFMC കണ്ണൂരിലെ JFMC 1 എന്ന് പറഞ്ഞ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ച് കഴിയുമ്പോഴത്തേക്കാണ് 32-33 പ്രതികളായിട്ടുള്ളവർ തങ്ങളെ ഈ കേസിൽ നിന്ന് വിടുതൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എറണാകുളം CBI പ്രത്യേക കോടതിയിൽ വരുന്നു. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്തായിരുന്നു പ്രതികളുടെ വാദം എന്നുള്ളതാണ്. അതായത് പ്രതികൾ എന്ന് പറഞ്ഞാൽ 32-33 പ്രതികൾ, അവരുടെ വാദം എന്താണ്? അവരുടെ വാദം എന്ന് പറയുന്നത്, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവം? അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെയും അന്ന് MLA ആയിരുന്ന TV രാജേഷും സഞ്ചരിച്ചിരുന്ന ഒരു ജീപ്പിനെതിരെ യൂത്ത് ലീഗുകാരുടെ കല്ലേറുണ്ടാവും. ആ കല്ലേറുണ്ടായതിനെ തുടർന്ന് തങ്ങൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ P ജയരാജനും TV രാജേഷും ഉൾപ്പെടെയുള്ളവർ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലെ 315-ാമത്തെ മുറിയിൽ അവർ അഡ്മിറ്റാവും. അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഈ തങ്ങളെ ആക്രമിക്കാൻ വന്നു എന്ന് പറയപ്പെടുന്നവരുടെ ഫോട്ടോ എല്ലാം
ഇവരൊരുമിച്ച് പരിശോധിക്കുകയും ആ ഫോട്ടോ ഇന്നയാളുടേതാണെന്ന് പറഞ്ഞ് ഈ അക്രമികളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ആ ഫോട്ടോ പരിശോധിക്കുമ്പോൾ ഈ അക്രമികളും കൊലക്കേസിലെ പ്രതികളുമെല്ലാം ഈ ജയരാജനും ടി വി രാജേഷും ഇരുന്ന 315 നമ്പർ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും ആ ഫോട്ടോ കിട്ടിയതിനെ തുടർന്ന് 28-29 പ്രതിയായിട്ടുള്ള വേണു അവിടെ നിൽക്കുന്ന മറ്റുള്ളവരോട് ആ മുറിയുടെ മുമ്പിൽ നിന്ന് ആ മുസ്ലിം ലീഗ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യണം എന്ന് വിളിച്ചു പറഞ്ഞുവെന്നും അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഈ മുറിക്കകത്ത് പി ജയരാജനും ടി വി രാജേഷും എന്ന് പറഞ്ഞ 32-33 കേസിലെ പ്രതികളും പിന്നീട് കൊലപാതകം നടത്തിയ പ്രതികളുമൊക്കെ സന്നിഹിതരായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്താനുള്ള ഗൂഢാലോചനയിൽ പി ജയരാജനും ടി വി രാജേഷും ആ ഗൂഢാലോചനയിൽ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളികളായിരുന്നു എന്നുള്ളതാണ് കേസ്. ആ കേസിലെ ഇനി പ്രതികളുടെ വാദമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പ്രതികളുടെ വാദം പ്രതികളുടെ കേസ് വായിച്ചത് പിന്നെ പ്രധാനപ്പെട്ട അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 315 നമ്പർ മുറിയിലാണ് ഗൂഢാലോചന നടന്നത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ ഈ 32ാം പ്രതിയായിട്ടുള്ള പി ജയരാജന് എക്സ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ പ്രമോദ് കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ആ കൂടെയുള്ള പ്രമോദിനെ CBI ചോദ്യം ചെയ്തപ്പോൾ ഇതുപോലെ ക്രിമിനൽ ഗൂഢാലോചനയൊന്നും നടന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൂഢാലോചന നടന്നോ ഇല്ലയോ എന്നുള്ളത് ഈ പോലീസ് ഓഫീസർക്കാണ് കൃത്യമായി പറയാൻ കഴിയുന്നത്. ജയരാജൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഈ പോലീസ് ഓഫീസർ ഗൂഢാലോചനയൊന്നും നടന്നതായി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗൂഢാലോചനയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PP അബു എന്നും മുഹമ്മദ് സ്വബീർ എന്ന് പറയുന്ന 2 സാക്ഷികൾ പോലീസിനോട് CBIയോടും പറഞ്ഞത് കേസിലെ 30ാമത്തെ പ്രതിയായിട്ടുള്ള UV വേണു 28-29 പ്രതികളോട് മുസ്ലിം ലീഗ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞുവെന്നും ഇത് 32-33 പ്രതികളായിട്ടുള്ള പി ജയരാജനും ടി വി രാജേഷും കേട്ടുവെന്നാണ്. എന്നിട്ട് പ്രതിഭാഗം പറഞ്ഞത് അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടിയിരുന്നത് ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് എപ്പോഴും പി ജയരാജൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമോദായിരുന്നു. പക്ഷേ അയാൾ അങ്ങനെ കേട്ടിട്ടില്ല, അയാൾ അങ്ങനെ CBIക്ക് മൊഴി നൽകിയിട്ടില്ല, ഇവർ ഗൂഢാലോചന നടത്തിയ പോലീസുകാർ മൊഴി നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ ജയരാജനും ടി വി രാജേഷിനുമെതിരെ 120B നിലനിൽക്കില്ല. ഇതായിരുന്നു പ്രതികളുടെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ മറുഭാഗത്തെ ഷുക്കൂറിൻ്റെ അമ്മ PC ആത്തിക്കയുടെ അഭിഭാഷകനുണ്ടായിരുന്നു. ആ കേസ് വാദിച്ചത് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള മുഹമ്മദ് ഷായ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദം കൂടി നമ്മളൊന്ന് നോക്കണം. 28 മുതൽ 31 വരെയുള്ള പ്രതികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ അവരുണ്ടായിരുന്നു. അവർ 315 എന്ന് പറഞ്ഞ മുറിയിലായിരുന്നു. ഈ 28 മുതൽ 31 വരെയുള്ള പ്രതികൾ ഈ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലെ 315 നമ്പർ മുറിയിൽ 32-33 പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജയരാജനും ടി വി രാജേഷും അവിടെ ഉണ്ടായിരുന്നു. ആത്തിക്കയുടെ വാദം പ്രകാരം ഈ കൊലപാതകത്തിൻ്റെ തലച്ചോറ് മാസ്റ്റർ ബ്രെയിൻ അവരായിരുന്നു. പിന്നെ ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസറുടെ സാന്നിധ്യം എപ്പോഴും ജയരാജൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഗൂഢാലോചന നടത്തുന്നില്ല എന്നുള്ള വാദം ഖണ്ഡിച്ചത് എങ്ങനെയാണ്? ആത്തിക്കയുടെ അഭിഭാഷകൻ ഖണ്ഡിച്ചത് എങ്ങനെയാണ്? കോൺസ്പിറസി എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ നടത്തുക? കോൺസ്പിറസി മുറിക്കകത്തല്ലേ നടക്കുന്നത്. ആ മുറിക്കകത്ത് നടക്കുമ്പോൾ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചോദിച്ചത്. എന്നിട്ട് പറഞ്ഞെന്താണ്, പോലീസ് അന്വേഷിച്ചപ്പോൾ ടി വി രാജേഷിനും പി ജയരാജനും എതിരെ മാത്രം ഗൂഢാലോചന കേസെടുത്തില്ല, ബാക്കിയുള്ളവർക്കെതിരെ ഗൂഢാലോചന കേസെടുത്തു. അതിനുശേഷം CBI അന്വേഷിച്ചപ്പോഴാണ് CBIയുടെ സപ്ലിമെൻ്ററി റിപ്പോർട്ടിലാണ് ഈ പി ജയരാജനെതിരെയും ടി വി രാജേഷിനെതിരെയും ഗൂഢാലോചന 120B ചുമത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല ആത്തിക്കയുടെ അഭിഭാഷകൻ പറഞ്ഞത് 28 മുതൽ 31 വരെയുള്ള പ്രതികളുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ അവർ സഹകരണ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. അവരുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു. അതിൽ 29ാം പ്രതിയാണെങ്കിൽ കൊല നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല 29-30 പ്രതികൾ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ കൊല നടന്ന ദിവസം 31, 4, 8, 10, 11 പ്രതികളെ ബന്ധപ്പെട്ടിരുന്നു. 28, 29 പ്രതികളും കൊല നടന്ന സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 32, 33 എന്ന് പറഞ്ഞ പ്രതികൾ പി ജയരാജനും ടി വി രാജേഷും 28 മുതൽ 31 പ്രതികളുമായി ഗൂഢാലോചന നടത്തി ഷുക്കൂറിനെ കൊലപാതകം നടത്തുകയാണ് ചെയ്തത് എന്നാണ് ആത്തിക്കയുടെ അഭിഭാഷകൻ മുഹമ്മദ് ഷാ പറഞ്ഞത്. അത് സംശയലേശമന്യെ തെളിയുന്നതാണ്, ഇതിൽ നമുക്ക് മനസ്സിലാവും. ഇനി അതിനെ തുടർന്ന് വിധി പറഞ്ഞ ജഡ്ജി എന്താ പറഞ്ഞത്?
ജഡ്ജി പറഞ്ഞു 28 മുതൽ 33 വരെയുള്ള പ്രതികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലെ 315 നമ്പർ റൂമിന് അകത്തും പുറത്തും ഉണ്ടായിരുന്നു. 30-ാം പ്രതി 315-ാമത്തെ റൂമിൻ്റെ പുറത്തു നിന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യണം എന്ന് 28 മുതൽ 31 വരെയുള്ള പ്രതികളോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം 32, 33 പ്രതികൾ കേട്ടു എന്ന് സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. 32, 33 എന്ന് പറയുന്നത് പി ജയരാജനും ടി വി രാജേഷുമാണ് അവർ കേട്ടു എന്ന് പറയുന്നത്. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉള്ളപ്പോൾ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ വാദം ശരിയല്ല. കാരണം അത് നിലനിൽക്കില്ല. കാരണം ഗൂഢാലോചന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം കൂട്ടണം എന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിടുതൽ ഹർജി തള്ളിയിട്ട് 28 മുതൽ 33 വരെയുള്ള പ്രതികൾ, അതായത് പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ള പ്രതികൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ആണ് പ്രാഥമിക കണ്ടെത്തൽ എന്ന് ജഡ്ജി അസന്നിഗ്ധമായി പറയുകയും നേരിട്ടും സാഹചര്യ തെളിവുകൾ നിരത്തി ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനൊരു അവസരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വിടുതൽ ഹർജി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ നമുക്ക് കൃത്യമായ നിരീക്ഷണത്തിലെത്താം. എന്താ, വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സംശയലേശമന്യുള്ള തെളിവുകൾ പി ജയരാജനും ടി വി രാജേഷിനെതിരെ ഉണ്ട് എന്ന് ഈ വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞല്ലോ. ഗൂഢാലോചനയിൽ അവരുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ് എന്നുള്ളത് ക്ലിയറാണ്. യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ തെളിവുകളെക്കാൾ ശക്തവും വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിചാരണയിൽ പി ജയരാജനും ടി വി രാജേഷും അറസ്റ്റ് ചെയ്ത് കുറ്റവാളികളാകാനും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ കേസിൽ പാനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന പി കെ കുഞ്ഞനന്തന് പുറകെ ഷുക്കൂർ വധക്കേസിൽ പാർട്ടിയുടെ കണ്ണൂരിലെ സമുന്നത നേതാവായിട്ടുള്ള പി ജയരാജനും മുൻ MLA ആയിട്ടുള്ള ടി വി രാജേഷും ജയിലഴിക്കുള്ളിലാവാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.